പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ആൾക്കാരെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇന്റർവ്യൂവിനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. എങ്കിൽ പോലും മൂന്ന് പേര് വെച്ചിട്ടാണ് ഇന്റർവ്യൂവിന് വേണ്ടി കയറ്റിവിടുന്നത്. സോ ഹീജുവിനെ മറ്റു രണ്ടുപേരെയും കൂടി ഇന്റർവ്യൂവിന് വേണ്ടിയൊക്കെ വിളിപ്പിക്കുന്നു. അവർ ഏത് വീഡിയോ പ്ലേ ചെയ്യുന്നു ആ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൈൻ ലാംഗ്വേജിൽ എത്രയും വേഗം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നായിരുന്നു അവരും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ വീഡിയോ ഒക്കെ സ്റ്റാർട്ടാകുന്ന സമയത്താകട്ടെ അത് സയോന്റെ വീഡിയോ ആണെന്നൊക്കെ തിരിച്ചറിയുന്ന അവളും പെട്ടെന്ന് തന്നെ സൈൻ ലാംഗ്വേജിൽ അതൊക്കെ കാണിച്ചും കൊടുക്കുന്നു. അവിടെ നടക്കുന്ന ഇന്റർവ്യൂ ഒക്കെ തത്സമയം കണ്ടിട്ടുണ്ടായിരുന്ന സയോണും ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ്. സോ സയോൺ നേരിട്ട് അവിടെ എത്തുകയാണ്. സയോണാകട്ടെ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഹീജുവും അതെല്ലാം തന്നെ സൈൻ ലാംഗ്വേജിൽ കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴല്ല ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നും ഇത്രയധികം സ്പീഡിൽ ആ ഒരു വീഡിയോ ഒക്കെ സൈൻ ലാംഗ്വേജിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ അവൾ അതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്നൊക്കെ സയോൺ പറയിക്കും. അവളോട് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിക്കുകയും ചെയ്യുകയാണ്. അവളും നേരത്തെ തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും അവനാകട്ടെ വേറെ വേറെ വീഡിയോസ് ഒക്കെ തന്നെ പ്ലേ ചെയ്യുകയാണ്. പക്ഷെ എല്ലാം തന്നെ അവന്റെ തന്നെ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അവളും വളരെയധികം സ്പീഡിൽ സൈൻ ലാംഗ്വേജിലൊക്കെ അത് കാണിച്ചു കൊടുക്കുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും ഒരുപാട് തവണയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ വളരെയധികം സ്പീഡിൽ അതെല്ലാം തന്നെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എനിക്ക് ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയിലെ സൈൻ ലാംഗ്വേജ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരാളാക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവന്റെ ചുണ്ടും പല്ലും ഒക്കെ എങ്ങനെയാണ് അനങ്ങുവാനായിട്ട് പോകുന്നതെന്നെല്ലാം തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അവന്റെ സൗണ്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തായിരിക്കും അവൻ പറയുക എന്നൊക്കെ ഊഹിച്ചെടുത്തിട്ടായിരുന്നു അവളും ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അവന്റെ വീഡിയോസ് അതുപോലെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ സൗണ്ട് ഉണ്ടാക്കാതെ തന്നെ എന്തായിരിക്കും പറയുവാനായിട്ട് പോകുന്നതെന്ന് പോലും അവൾക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. നിനക്ക് സംസാരിക്കാനായിട്ടൊന്നും സാധിക്കുകയില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് എന്റെയും എന്റെ ടീമിന്റെയും അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴാകട്ടെ, നിനക്ക് സൈൻ ലാംഗ്വേജ് അറിയിക്കുകയില്ലെങ്കിൽ അതൊക്കെ പഠിപ്പിച്ച് തരുവാനായിട്ട് ഞാൻ തയ്യാറാണ്. അതുവഴി ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കും എന്നെ തിരുത്തുവാനായിട്ട് സാധിക്കും. സൈൻ ലാംഗ്വേജ് അത്രയ്ക്ക് പാടുള്ള കാര്യമൊന്നും അല്ല എന്നൊക്കെ ആയിരുന്നു ഹീജുവും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഏതൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ആൻസർ ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ സൗൺ അപ്പോൾ തന്നെ പറയുവാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അത് ആ സമയത്ത് തന്നെ സൈൻ ലാംഗ്വേജിലൊക്കെ കാണിച്ചു കൊടുക്കണമെന്നാണ് അവനും പറയുന്നത്. കപ്പിൾസ് ഡേയെ കുറിച്ചാണ് അവനും പറഞ്ഞൊക്കെ തുടങ്ങുന്നത്. അതിനുശേഷം ഒരു കപ്പിളിനെ കുറിച്ചും അവൻ പറയുന്നു. പരസ്പരം ഒന്നും തന്നെ തുറന്നു പറയാതെ ജീവിച്ചിരുന്ന ഒരു കപ്പിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയായിരുന്നെങ്കിൽ അവരുടെ ലൈഫ് തന്നെ മാറുമായിരുന്നു. ഇനിയും ആ ഒരു കപ്പിൾ അവരുടേതായിട്ടുള്ള രീതിക്ക് ഒരു എഫേർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ സാധാരണ ഏതൊരു കപ്പിളിനെ പോലെ അവർക്കും ജീവിക്കാനായിട്ട് കഴിയുമോ? എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു നിമിഷത്തിലാകട്ടെ ആ ഒരു കപ്പിൾസ് അവരുടെ പരസ്പരം എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെച്ചിരിക്കുന്നതെന്ന് മറ്റൊരാൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റമാകട്ടെ ഏകദേശം സിമിലർ ആയിട്ടുള്ളതാണെന്നൊക്കെ ആയിരുന്നു അവനും പറയുന്നത്. പിന്നീടാകട്ടെ അവനും ആ ഒരു ഇന്റർവ്യൂ സെക്ഷനിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം ഇതിനു മുമ്പ് ഹീജുവിന്റെ അടുത്ത് ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അവൻ ഓർക്കുന്നത്. അതായത് ഈ ഒരു ഇന്റർവ്യൂവിന് അവളെക്കാളും മികച്ചതായിട്ട് ആരും തന്നെ ഇല്ല എന്നും അത് അവൾക്ക് ഉറപ്പ് പറയുവാനായിട്ട് സാധിക്കുമെന്നും അവന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ടും അവൻ എന്താണ് പറയുക എന്നൊക്കെ അറിയുവാനായിട്ടും സാധിക്കുമെന്നും ഒക്കെ ആയിരുന്നു അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാകട്ടെ അവനെ വെച്ചിട്ടാണ് അവൾ പ്രാക്ടീസ് ചെയ്തതെന്നൊക്കെ തന്നെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴാകട്ടെ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഹീജുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ പോലും അവന് സാധിക്കുന്നില്ല. ഹേജുവും ഇന്റർവ്യൂ ഒക്കെ നന്നായി തന്നെ അറ്റൻഡ് ചെയ്ത് സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരാൾ എയർപോർട്ടിൽ നിന്ന് നടന്നു വരുന്നതൊക്കെ കാണിക്കുന്നു. അത് മറ്റാരും തന്നെ ആയിരുന്നില്ല, ഹേജുവിന്റെ സഹോദരിയായിട്ടുള്ള ഇനയാണ്. ഹേജുവിന്റെ അച്ഛനെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നൊക്കെ സൗൺ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ എവിടേക്കാണോ മാറ്റുന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസും മറ്റൊക്കെ അവനും ഹീജുവിന് അയച്ചു കൊടുക്കുന്നു. എന്തായാലും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലമൊക്കെ നോക്കിയിട്ട് അവളും അച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അച്ഛനും വളരെയധികം ഹാപ്പിയാണ്. നേരത്തെക്കാളും ഒരുപാട് ഫെസിലിറ്റീസും മറ്റുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെ ഇരിക്കെ അച്ഛന് കഴിഞ്ഞ ദിവസം നടന്നതുപോലെ ഇനി ഒരിക്കലും നടക്കുന്നതായിരിക്കില്ല. അച്ഛനും എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് അവൾ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് ഒക്കെ അവളും ശ്രദ്ധിക്കുകയാണ്. അവിടെ ആകട്ടെ പല പല സാധനങ്ങളൊക്കെ ആരോ മേടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഹീജു ആകട്ടെ ഇത് ആരാണോ മേടിച്ചതെന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ സംഭവിച്ചാലും അച്ഛന് വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ അച്ഛനെയും ഹീജുനെയും പ്രൊട്ടക്ട് ചെയ്തോളാം എന്നാണ് അച്ഛൻ ഇപ്പോൾ പറയുന്നത്. അതായത് സയോൺ അച്ഛനെ വന്ന് കണ്ടപ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അവനും ചൂടാണെങ്കിലും തടുത്തിരിക്കും, മയമില്ലാത്ത സ്വഭാവക്കാരനാണെങ്കിലും അവൻ പാവമാണ്.
എനിക്കും അവന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് അവനെ നന്നായി തന്നെ അറിയാമെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് എനിക്കും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അവളും അച്ഛനോടൊക്കെ പറയുന്നു. ഇന്റർവ്യൂവിന് പങ്കെടുത്ത ആൾക്കാരുടെ ലിസ്റ്റൊക്കെ കാങ്ങും ഇപ്പോൾ സയോണെ ഏൽപ്പിക്കുകയാണ്. ഇന്റർവ്യൂ നടന്ന സമയത്താകട്ടെ സയോണും ഹീജുനും ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കാങ്ങും ബാക്കിയുള്ള ആൾക്കാരെ കൂടി അറിയിച്ചിരിക്കുകയാണ്. സോ ഹീജുവിനെ ആയിരിക്കുമോ അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ തിരഞ്ഞെടുക്കുവാനായിട്ട് സയോൺ ആഗ്രഹിക്കുക എന്നൊരു കാര്യമൊക്കെയാണ് എല്ലാവരും ആലോചിക്കുന്നത്. എന്തായാലും കാങ് പോകുന്നതിന് മുമ്പായിട്ട് കാങ്ങിനും ഹീജുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും അവളാകട്ടെ സയോണോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതുപോലെ അവന്റെ വീഡിയോസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ അതുപോലെ ഒരു വ്യക്തിയാണ് നമുക്ക് ആവശ്യമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നതും. അങ്ങനെ ഇരിക്കുകയാണ് പണ്ട് നടന്നൊരു സംഭവത്തെ കുറിച്ചൊക്കെ കാണിക്കുന്നത്. കുഞ്ഞ് സയോണാകട്ടെ ഒരു ഫംഗ്ഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുവാനായിട്ട് സാധിക്കാതെ അവിടെ നിന്നുമൊക്കെ എണീറ്റ് പോയി മറ്റൊരിടത്ത് മാറി നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് സായോന്റെ അമ്മ ഫുഡൊക്കെ ആയിട്ട് എത്തുന്നത്. നമ്മളെ ഗസ്റ്റ് ആയിട്ടൊക്കെയാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഫുഡൊക്കെ കഴിക്കാതെ പോകുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അവനും ഫുഡൊക്കെ കൊടുക്കുകയും പിന്നീടാകട്ടെ എന്റെ മകന് ഫിഷൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സയോണും അതിൽ നിന്ന് ഫിഷൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. അവർക്ക് മറ്റൊരു മകൻ ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ ആ ഒരു മകന് പകരമായിട്ടാണ് സയോണി കൊണ്ടുവന്നതെന്നും നമുക്ക് ഈ ഒരു സീനിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ടൊക്കെ സാധിക്കും. എന്തായാലും മകന്റെ ഇഷ്ടങ്ങളെല്ലാം തന്നെ സയോണിലും അടിച്ചേൽപ്പിക്കുവാനായിട്ടൊക്കെ ആയിരുന്നു അമ്മയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സയോണും ആ ഒരു ഫുഡൊന്നും കഴിക്കുവാനായിട്ട് സാധിക്കാതെ അതൊക്കെ തുപ്പിക്കളഞ്ഞിട്ട് വെളിയിലേക്ക് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് അവിടെ വെച്ച് ഹീജുനെയും അവൻ കാണുന്നത്. ഹീജും ഫുഡൊന്നും കഴിക്കാതെ വിശന്നിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അവളും അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താകട്ടെ ഹീജുവിന്റെ അമ്മ അവളെ തടഞ്ഞു വഴക്കൊക്കെ പറയുന്നു. നിന്റെ ചേച്ചിനെ കണ്ട് പഠിക്കുവാനായിട്ടൊക്കെ ആയിരുന്നു അവളോട് അമ്മ പറഞ്ഞത് പോലും. പിന്നീടാകട്ടെ ഒരാൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എണീറ്റ് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന മിച്ചം ഫുഡൊക്കെ എടുത്തുകൊണ്ട് അവളും കഴിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സയോൺ ആയിരുന്നു. അന്നാകട്ടെ അവളോട് അവൻ പേരും ചോദിച്ചു. അവളും അവന്റെ കയ്യിലൊക്കെ പേര് എഴുതിയും കൊടുക്കുകയാണ്. പിന്നീടാകട്ടെ ഇന്റർവ്യൂ ലിസ്റ്റിൽ നിന്നും അവളെ നോക്കിക്കൊണ്ട് നീ എപ്പോഴാണ് ഇതിനുമാത്രം വലുതായതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സയോണും. സയോൺ ആയിരുന്നല്ലോ അച്ഛനെ പുതിയ നഴ്സിംഗ് ഹോമിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ഹീജു ആകട്ടെ ഇപ്പോൾ സയോൺ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഇങ്ങനെ അച്ഛനെ പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റിയതിൽ ഒരുപാട് നന്ദിയൊക്കെ അറിയിക്കുകയാണ്. സയോണും ഫോണൊക്കെ അപ്പോൾ തന്നെ തുറന്നൊക്കെ നോക്കുന്നുമുണ്ട്. സോ അവളും അവൻ അപ്പോൾ തന്നെ മെസ്സേജ് ഒക്കെ കണ്ടതിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അവൾക്കും ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത്. അവളും ആ നോട്ടിഫിക്കേഷൻ എന്താണെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും അവളുടെ സഹോദരിയായിട്ടുള്ള ഇനയുടെ അക്കൗണ്ടൊക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അവളും ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഒക്കെ അവളും കാണുന്നത്. അതാകട്ടെ സോളിലെ തന്നെ ഒരു സ്ഥലത്തിന്റെ ഒക്കെ ഫോട്ടോ ആയിരുന്നു. അതായത് അവളും ഈ ഒരു നാട്ടിലൊക്കെ എത്തിയെന്ന് തെളിയിക്കുവാനായിട്ടാണ് ഇങ്ങനൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുകയാണ്. 3 വർഷത്തിന് മുമ്പാകട്ടെ ഇന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് ഹീജുവിന്റെ അമ്മയും ഹീജുവിന്റെ അടുത്ത് എനിക്ക് പകരമായിട്ട് വിവാഹമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളും എത്രത്തോളം താഴ്ന്നെടുത്തു നിന്നും വന്നതാണ്. ഒരു ദിവസമാകട്ടെ നമ്മളും പ്രസിഡന്റിന്റെ ഇൻക്ലോസ് ആകുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വളരെ ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നു അതിനെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹീജുവും ആ ഒരു ഷോക്കില് പെട്ടെന്ന് തന്നെ അടുത്ത റൂമിൽ ഉണ്ടായിരുന്ന വെഡിങ് ഡ്രസ് ഒക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഹീജുവും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മോതിരമൊക്കെ എടുത്ത് നോക്കുകയാണ്. പണ്ടാകട്ടെ സായോൺ അവളുടെ കയ്യിൽ ആ ഒരു മോതിരമൊക്കെ ഇടിയിച്ച സമയത്ത് ഇതിന്റെ ശരിക്കുമുള്ള ഓണർ തിരിച്ചെത്തുന്ന സമയത്ത് നീയും ഈ ഒരു മോതിരമൊക്കെ അവളെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ടെന്നായിരുന്നു ഹീജുവിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീജു നേരത്തെ കളയുവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മൊബൈലൊക്കെ തപ്പിപ്പിടിച്ച് എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.